ബുള്ളിക്കുത്ത, ഇന്ത്യൻ മാസ്റ്റിഫ്, പാകിസ്ഥാൻ മാസ്റ്റിഫ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രീഡ് അല്ലേ ഇത്? ശരി. ഞാനിപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലാണ് നമ്മുടെ അലിയേട്ടൻ്റെ കിങ്സ് ബുള്ളി കെനൽ. ശരി. ശരിക്കും എത്ര വർഷമായി ഒരു കെനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 6 വർഷമായിട്ടുണ്ട്, 5-6 വർഷമായി ഓക്കെ ഈ കെനൽ തുടങ്ങിയിട്ട്. ശരി. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ബുള്ളിക്കുത്ത ആൻഡ് ബോർബോയിൽ ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ബുള്ളിക്കുത്ത തന്നെ. ഇവൻ 6 months ആയുള്ളൂ. ഇത് അറൌണ്ട് 15 months ആയുള്ളൂ. സൈസ് പറഞ്ഞ ജൈജാന്റിക് ആണ്. പ്ലസ് നമ്മുടെ സ്ഥലം ആക്ച്വലി ഫോറസ്റ്റിന്റെ സറൗണ്ടഡ് ഇതാണ്. സോ ഇവർക്ക് ആനിമൽ അഗ്രഷൻ കൂടുതലാണ്. ഇവര് ആനിമൽസിന് വേണ്ടി ബെസ്റ്റ് ഗാർഡ് ഡോഗ്സ് പറഞ്ഞാൽ ബുള്ളിക്കുത്ത തന്നെയാണ്. അപ്പൊ അത് കാരണമാണ് ബുള്ളിക്കുത്തയിൽ ഫസ്റ്റ് കയറിയത്. പിന്നെ ഗ്രാജുവലി ആക്ച്വലി കൊണ്ടുവന്നത് ഇവരെ ഗാർഡിങ്ങിന് വേണ്ടിയാണ്. നമ്മൾ ഒരു ഹോം സ്റ്റേയും നടത്തുന്നത് ഇവിടെ. ഇത് നോർമലി ഈ ഒരു സ്ട്രക്ചർ ആണോ ഇതിനെക്കാട്ടി നല്ല ബൾക്കി ആയിട്ട് വരാറുണ്ട്? ഇത് ബൾക്കി വരും. ഇതിപ്പോ കൊച്ചാണ്. നമ്മൾ 1 year ആകുമ്പോഴേക്ക് കഴിഞ്ഞിട്ട് ബൾക്ക് ചെയ്യാറുള്ളൂ. 1 year വരെ ബൾക്ക് ചെയ്താൽ അതിന്റെ ലെഗ്സ് എല്ലാം വീക്ക് ആയി പോകും. അപ്പൊ 1.5 years കഴിഞ്ഞാൽ നമ്മൾ ബൾക്കിംഗ് എല്ലാം ചെയ്യണം. ഫുൾ ഗ്രോത്ത് അണ്ടർ 3 വയസ്സാകുമ്പോഴേക്കാണ് ഗ്രോത്ത് ഫുൾ മെച്ചൂരിറ്റി ഗ്രോത്ത് നോക്കുന്നത്. അവരൊരു അറ്റ്ലീസ്റ്റ് ഒരു 2.5-3 years ആ റേഞ്ചിൽ വരുമ്പോഴാണ് വരുന്നത്. ഞാനിപ്പോൾ നമ്മുടെ കിങ്സ് ബുള്ളിയുടെ കെന്നലിനകത്താണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേജസ് ഇങ്ങനെ ഒരു ലൈനിൽ നിന്ന് അങ്ങേ അറ്റം വരെ ഉണ്ട്. അതും അത്യാവശ്യം നല്ലൊരു 10 feet ഹൈറ്റിലാണ് കേജ് കൊടുത്തിരിക്കുന്നത്. റൂം സൈസ് പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു 10/8 ഇതുണ്ട്. പ്ലസ് പുറത്ത് നടക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ എല്ലാം കെനലില്. പ്ലസ് നമുക്ക് റൺവേസ് ഉണ്ട്. ഇതിപ്പോ കേജിന്റെ പിന്നിലത്തെ റൺവേ, പേജ് മുന്നിൽ ഇത്തിരി സ്ഥലമുണ്ട് നടക്കാൻ വേണ്ടി. എല്ലാം കേജിന്റെ സെറ്റപ്പ് അങ്ങനെ തന്നെയാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ കാണാനെങ്കിൽ അത് ഫുൾ ഒരു ഇത് ഫുൾ ഏരിയ നമ്മൾ കോമ്പൗണ്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് രാത്രി ഇവരെ അഴിച്ച് മാറ്റി വിടുന്നത്. നമുക്ക് പുറത്തും സ്ഥലമുണ്ട്. അപ്പൊ പുറത്ത് 2 പട്ടികളുണ്ടാവും. ഇവിടെ ഒരു 2, അവിടെ 2, പിന്നെ ആവസ് 2. അപ്പൊ മിക്കവാറും സമയത്ത് എല്ലാം പട്ടികൾ പുറത്ത് തന്നെ ആയിരിക്കും. ആനിമൽ അഗ്രഷൻ ആരും പറഞ്ഞു, മനുഷ്യന്മാരോട് എങ്ങനെയാണ്? ഹ്യൂമൻ അഗ്രഷൻ പുള്ളിക്കുത്തൽ കുറവാണ്. ബട്ട് ഗാർഡിംഗ് സൂപ്പർ ആണ്. ബിക്കോസ് അറിയാത്ത ആൾക്കാർ വന്ന് അവർ ഉറപ്പായിട്ട് ചാർജ് ചെയ്യും ആൻഡ് ബാർക്ക് ചെയ്യും. ഓക്കെ ബട്ട് അഗ്രഷൻ നോക്കുകയാണെങ്കിൽ, അഗ്രഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ആനിമൽ അഗ്രഷൻ ആണ് കൂടുതൽ കമ്പയർ ടു ഹ്യൂമൻ അഗ്രഷൻ. ബൈറ്റ് പവറും കാര്യങ്ങളൊക്കെ ബൈറ്റ് പവർ 700 PSI ഉണ്ട് ഒരു ബുള്ളിക്കുത്തയുടെ. ഇത് അപ്രോക്സിമേറ്റ്ലി കങ്കാലിന്റെ അത്ര ഇതുണ്ടാവും. കങ്കാലിന്റെ ഇത്തിരി കുറവായിരിക്കും. ഇന്ത്യൻ മാസ്റ്റിഫ്, പാകിസ്ഥാനി മാസ്റ്റിഫ്, ബുള്ളിക്കുത്താസ്, പിന്നെ മുമ്പെല്ലാം ഒരു സിൻ മാസ്റ്റിഫ്, അലങ്ക് പല പേരിൽ അറിയുന്നത്. പക്ഷെ ഇപ്പൊ പോപ്പുലർ ആണ് ബുള്ളിക്കുത്ത പറഞ്ഞ. പ്ലസ് പാകിസ്ഥാനി മാസ്റ്റിഫ്, ഇന്ത്യൻ മാസ്റ്റിഫ്. ഇന്ത്യയിലുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല സൈസും നല്ല ഒരു ലൈനേജും ഉള്ള ഡോഗ്സ് ആണ് നമ്മുടെ അലിയേട്ടൻ്റെ അടുത്തുള്ള. അപ്പം ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ നമ്പർ, കിങ്സ് ബുള്ളിയുടെ കെനലിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വിളിച്ചോളൂ.